ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് തന്നെ എനിക്കൊരു സാക്ഷ്യം പറയാൻ ഭാഗ്യം ലഭിച്ചതിന് ആദ്യമായി ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ പേര് സോളിക്കുട്ടി തോമസ്. ഞാൻ അധ്യാപികയാണ്. രാമപുരം സെൻറ്റ് അഗസ്റ്റീൻസ് ഫൊറോന ചർച്ച് ഇടവകാംഗമാണ്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മാസം 2024 മാർച്ച് മാസം 9-ാം തീയതിയാണ്. അതിനും വളരെ മുമ്പ് തന്നെ എനിക്ക് ഈ ദേവാലയത്തിൽ വരാനും ഉടമ്പടി എടുക്കാനും വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു. എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് വളരെ മുമ്പ് തന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാതെ, അതായത് എൻ്റെ കുടുംബത്തിലുള്ളവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് എന്നെ അനുവദിച്ചിരുന്നില്ല. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി അതിന് യോജിച്ചതല്ലായിരുന്നു. എൻ്റെ നട്ടെല്ലിന് പ്രശ്നം ഉണ്ടായിരുന്നു, കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴുത്തിൽ കോളർ ഇട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഈ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ പാലിക്കാൻ എനിക്ക് സാധിക്കില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് അവരെന്നെ ഈ ഉടമ്പടി എടുക്കാനായിട്ട് അനുവദിക്കാതിരുന്നത്. അപ്പോഴാണ് കഴിഞ്ഞ 2023 സെപ്റ്റംബർ മാസം എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞ് നമുക്കെല്ലാവർക്കും കൂടെ ഇവിടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങനെ ഒരുമിച്ച്, എനിക്ക് 3 മക്കളാണുള്ളത്, ഞങ്ങൾ 5 പേരും കൂടെ ഒരുമിച്ച് ഈ ദേവാലയത്തിലേക്ക് പോന്നു. അപ്പോൾ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോഴും എനിക്കൊരു പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഇവിടേക്കാണ് വരുന്നതെന്ന്. പക്ഷേ ആ സമയം മുതൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ്, പക്ഷേ പുറത്തോട്ട് കാണിച്ചില്ല. കാരണം ഇവിടെ വരുമോ എന്നുള്ള പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് 5 വയസ്സുള്ള സമയത്ത് എന്നെ ഒരു പട്ടി ഓടിച്ച് അന്ന് മുതൽ എനിക്ക് ഫിറ്റ്സ് വരുമായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തെല്ലാം നിരന്തരം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം കോളേജിലെത്തിയപ്പോഴും വീണ്ടും ഇങ്ങനെ അസുഖം വന്നു. വിവാഹശേഷവും വന്നു. ഞാൻ അധ്യാപികയായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്തും വന്നു. അതുകൊണ്ട് തന്നെ നിരന്തരം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ അടുത്ത നാളുകളിലൊക്കെ ഫിറ്റ്സ് എന്ന് പറയുന്ന ആ തീവ്രമായിട്ടുള്ള അവസ്ഥയിലല്ല, പക്ഷേ എനിക്ക് കണ്ണിലിരുട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര തലവേദനയും അസ്വസ്ഥതയും വയ്യായികയൊക്കെയാണ്. അപ്പോൾ അതിന് മരുന്ന് കഴിക്കണം. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം, ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നു, അമ്മേ മാതാവേ എൻ്റെ ഈ അസുഖം മാറ്റിത്തരണേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ വാഹനം കൊണ്ടുവന്ന് നിർത്തി. ഞാനിങ്ങനെ നോക്കുമ്പോഴേ കൈ വിരിച്ചു പിടിച്ചിരിക്കുന്ന ഈശോയുടെ രൂപം കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണിലേക്ക് ആ ഇരുട്ട് വന്നു. അതായത് എനിക്കിങ്ങനെ വരുമ്പോൾ ഒരുമാതിരി പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ മാതിരി കണ്ണിനകത്ത് ഇങ്ങനെ വെട്ടം ഇങ്ങനെ നടക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണ് ഇരുട്ടാകും. എനിക്ക് പിന്നെ കാഴ്ചയെല്ലാം മറഞ്ഞു പോകും. അപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും പറഞ്ഞു, എൻ്റെ കണ്ണ് കാണാൻ മേല കേട്ടോ എന്ന്. അപ്പോൾ അവർക്ക് എനിക്കങ്ങനെ പറയുമ്പോഴേ കാര്യം പിടിയിട്ടു. അവർക്ക് മനസ്സിലായി. എൻ്റെ കയ്യെ പിടിച്ചു. ഭയങ്കര തിരക്കായിരുന്നു. നമുക്കറിയാം ഓണത്തിൻ്റെ അവധിയാണ്, ഇങ്ങോട്ട് കയറത്തില്ല. ഇവിടെ നടന്നു വന്നു. ഇവിടെ വന്നപ്പം മുഴുവൻ കസേരയിൽ നിറയെ ആളിരിക്കുന്നു. എൻ്റെ അവസ്ഥ കണ്ടപ്പോൾ ഒരാൾ എനിക്ക് എഴുന്നേറ്റ് തന്നു. ആ സമയത്ത് ഇതുപോലെ ഉടമ്പടിക്ക് വേണ്ടിയിട്ട് നടന്നു വരുന്ന ആ പ്രദക്ഷിണത്തിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മാതാവിനെ തൊടാനായിട്ട് എൻ്റെ ഹസ്ബൻഡിനെ കയ്യെ പിടിച്ചു കൊണ്ടുപോയി. ഞാൻ ആ മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ചു. അതിന് ശേഷം തിരിച്ച് കസേര വന്നിരുന്നു. ഞാൻ അറിയാതെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു. ഞാൻ കരയുമല്ല, പക്ഷേ കണ്ണുനീരൊഴുകിക്കൊണ്ടേയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തെളിഞ്ഞു വന്നു. അല്ലെങ്കിൽ എനിക്ക് മരുന്ന് കഴിച്ച് കിടക്കണം. ആ ഒരു ദിവസം ഫുള്ളും ഞാനെങ്ങനെ അവസ്ഥയിലായിരിക്കും. എൻ്റെ ശരീരമൊക്കെ വേദനയായിരിക്കും, തലവേദനയായിരിക്കും. പക്ഷേ ഞാൻ ഇവിടെ വെച്ച് തന്നെ എൻ്റെ കണ്ണിന് എനിക്ക് ആ നഷ്ടപ്പെട്ട കാഴ്ചയൊക്കെ തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു പോയി. എനിക്ക് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉടമ്പടി എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു പോയി. എന്തായാലും ഞാൻ വീട്ടിൽ തിരിച്ചു ചെന്നു. ഞാൻ ഈ നിയോഗം വെച്ച്, അതായത് ഈ ദേവാലയത്തിൽ വന്ന് എനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കണം എന്നുള്ള നിയോഗം വെച്ച് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിന് ശേഷമാണ്, അതായത് സെപ്റ്റംബറിലാണ് ഈ സംഭവം. അതിന് ശേഷം മാർച്ച് മാസം 9-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കുന്ന സമയത്ത് എൻ്റെ നട്ടെല്ലിന് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതായത് തേയ്മാനം വന്ന് സ്പൈനൽ കോഡ് ഞെരുങ്ങിയിട്ട് കഴുത്തിൻ്റെ ഭാഗത്തിനും തേയ്മാനമാണ്, നടുവിൻ്റെ ഭാഗത്തിനും തേയ്മാനമാണ്, ഓപ്പറേഷൻ വേണം, കഴുത്തെ കോളർ ഇട്ടേക്കാണ്. അപ്പോൾ ഓപ്പറേഷൻ നട്ടെല്ലിനായതുകൊണ്ട് ചെയ്യാൻ എനിക്ക് പേടിയാണ്. ഞാൻ അധ്യാപികയാണെന്ന് പറഞ്ഞല്ലോ, ബോർഡിൽ എഴുതാൻ വയ്യ,
നോട്ട്ബുക്കിലേക്ക് നോക്കാൻ വയ്യ, കണ്ണിങ്ങനെ കുനിച്ച് നോക്കത്തില്ല, കഴുത്ത് ചെറുതായിട്ട് ഇങ്ങനെ കുനിക്കാൻ പാടില്ല, കയ്യിലൊരു സാധനം വെയിറ്റ് എടുക്കത്തില്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സാധനം പോലും കൈ പിടിക്കാൻ പറ്റില്ല. പേപ്പറൊക്കെ കയ്യിലെടുക്കുമ്പോഴത്തേക്കും കയ്യിൽ നിന്ന് താഴെ പോവും. നമുക്കറിയാം, അടുക്കളയിൽ ജോലി ചെയ്യുന്നവരാണ്, കറിക്കത്തി കയ്യിലെടുക്കുമ്പം ഇങ്ങനെ ബാലൻസ് തെറ്റി തിരിച്ച് വന്ന് കയ്യിലേക്ക് അടിക്കും, ആ ഒരവസ്ഥ. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച 6 കാര്യങ്ങളിൽ ഒരെണ്ണം നമ്മൾ പറയുന്നത് പോലെ തന്നെ മാതാവിൻ്റെ ഇഷ്ടത്തിന് വിട്ടു. ബാക്കിയുള്ള നിയോഗങ്ങളിൽ 3 വെച്ചിരുന്നതിൽ ഒന്ന് നട്ടലിൻ്റെ ഈ പ്രശ്നം വെച്ചായിരുന്നു. പിന്നെ ഞാൻ വെച്ചത്, ഞാൻ ആദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഫിറ്റ്സിൻ്റെ കാര്യം, അപ്പോൾ അത് ഞാൻ നിയോഗത്തിൽ എഴുതി വെച്ചു. അതെനിക്ക് മാറ്റിത്തരണമെന്ന് ഞാൻ എഴുതി വെച്ചു. പിന്നെ ഞാൻ എഴുതിയത് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യമൊക്കെയായിരുന്നു. എന്തായാലും ഞാൻ ഇവിടെ വന്ന് ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. അതിന് ശേഷം നമുക്കറിയാം, ഉടമ്പടിയിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും. കുറേ ദൂരെയാണ് എൻ്റെ സ്കൂള്, പക്ഷേ ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും, കൃത്യമായിട്ട് കുമ്പസാരിക്കും, പ്രാർത്ഥനകളൊന്നും മുടക്കത്തില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് എൻ്റെ അയൽക്കാരായിട്ടുള്ള ആളുകളൊക്കെ എന്നോട് ചോദിക്കുന്നത്, ടീച്ചറിൻ്റെ കഴുത്തിന് എങ്ങനെയുണ്ടെന്ന്. ഞാൻ 3 മാസം തുടർച്ചയായിട്ട് കോളറിട്ടിട്ട് മാറ്റമൊന്നും വരാതെ എൻ്റെ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ പല്ലുകളൊക്കെ ദ്രവിക്കാൻ തുടങ്ങി, മഞ്ഞ നിറവായി. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന ഒരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഞാൻ തന്നെ മരുന്നങ്ങ് നിർത്തി. മരുന്നില്ലാതെ ഒരു നിമിഷം മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലിരുന്ന് ഞാൻ മരുന്ന് തന്നെ നിർത്തി. എന്നിട്ട് ഞാൻ ഈ ഉടമ്പടി എടുത്ത സമയം മുതൽ ഈ തൈലം കഴുത്തിൽ തടവി കൊടുക്കും, നടുവിന് തേക്കും. എനിക്ക് എവിടെയൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ടോ അവിടെ എല്ലാം ഞാൻ ഈ തൈലം തൂത്ത് കൊടുക്കും. പിന്നെ ഞാൻ ഉപ്പ് കഴിക്കും, പിന്നെ തേനുണ്ട്, തേൻ കഴിക്കും. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ സ്കൂളിലേക്ക് പോകുന്നത് ഏതാണ്ടൊരു 3/4 മണിക്കൂറോളം യാത്രയുണ്ട്. ആ സമയം അത്രയും കൊന്തയില്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്തായാലും മറ്റുള്ള ആളുകൾ എന്നോട് ചോദിച്ചപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അസുഖം കുറഞ്ഞെന്ന്. അതായത് എല്ലാവരും എന്നോട് ചോദിച്ചു, ടീച്ചറിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ്, ശരിയാണല്ലോ, എൻ്റെ കഴുത്തിലെ കോളർ ഞാൻ മാറ്റി, എനിക്ക് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്നു, എഴുതാൻ പറ്റുന്നു, ബോർഡിൽ എഴുതാം, നോക്കാം, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ പിള്ളേർക്ക് ഉച്ചഭക്ഷണമുണ്ട്, മറ്റുള്ളവർ പാത്രത്തിൽ എടുത്തുകൊണ്ട് മേശ വെച്ച് തരും, എന്നിട്ട് വിളമ്പി കൊടുക്കണം നമ്മൾ. അപ്പം ഇത് ഞാൻ ഉന്തിക്കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. ആ മേശക്കൂടെ ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടന്നിട്ടാണ് പിള്ളേർക്ക് വിളമ്പി കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ മാറി എന്നൊക്കെ ഞാൻ മനസ്സിലാകുന്നത് മറ്റുള്ളവർ എന്നോട് ചോദിച്ചപ്പോഴാണ്. അപ്പം എനിക്ക് ആ സമയത്തുണ്ടായ സന്തോഷം വർണ്ണനാതീതമാണ്. ഞാൻ ദൈവത്തിന് അത് ഓർക്കുമ്പോൾ ഇപ്പോഴും ദൈവത്തിന് ഇവിടെ നിന്നുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ അസുഖം അത് പൂർണ്ണമായും മാറിയെന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. പിന്നെ എനിക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കാൽമുട്ട്, എൻ്റെ കാലിൻ്റെ മുട്ട് സ്റ്റക്കായിട്ടിരിക്കുക, അനക്കമില്ല, ഒരു സ്റ്റൂളിലിരിക്കാനോ ഒന്നും പറ്റത്തില്ല. പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നിൽക്കണം, മുഴുവൻ സമയം നിൽക്കണം, ഇരിക്കത്തില്ല, നിൽക്കുക തന്നെയാണ്. കുർബാനയുടെ എല്ലാ ഭാഗങ്ങളിലും അങ്ങനെ തന്നെ. അപ്പം ഞാൻ നിയോഗത്തിൽ എഴുതിയായിരുന്നു, എനിക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാനും, മുട്ടിന്മേൽ നിൽക്കേണ്ടപ്പോൾ മുട്ടിന്മേൽ നിൽക്കാനും, എഴുന്നേറ്റ് നിൽക്കേണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും പറ്റുന്നതിന് വേണ്ടിയിട്ട് അമ്മയെ സഹായിക്കണേ ഈശോയെ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു നിയോഗം എഴുതി വെച്ചിരുന്നത്. ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ ഇപ്പോൾ മുട്ടിന്മേൽ നിൽക്കേണ്ട സമയത്ത് മുട്ടിന്മേൽ നിൽക്കാനും, എഴുന്നേറ്റ് നിൽക്കേണ്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും, ഇരിക്കേണ്ട സമയത്ത് ഇരിക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. അത് എൻ്റെ ഈ കൃപാസനം അമ്മയും ഈശോയും എനിക്ക് തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ അറിയുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഞാൻ പാട്ട് പാടുന്ന ആളാണ്. പാലാ കത്തീഡ്രൽ കൊയറിൽ പാടിക്കൊണ്ടിരുന്ന ആളാണ്. പിതാവിൻ്റെ പള്ളി ആയതുകൊണ്ട് തന്നെ പാലാ രൂപതയിലെ ഒട്ടുമിക്ക പള്ളികളിലും എല്ലാ കാര്യങ്ങൾക്കുമായിട്ട് പാടാനായിട്ട്, അതായത് പുത്തൻ കുർബാന, പട്ടം, അച്ഛന്മാരുടെ പുത്തൻ കുർബാന, കല്യാണം, പെരുന്നാൾ, ഇങ്ങനെ എല്ലാ രൂപതയിലുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പള്ളികളിലും പാടാൻ പോയിട്ടുണ്ട്. ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ ഇടവക എന്ന് പറഞ്ഞാൽ രാമപുരം ഫൊറോന പള്ളിയാണ്. അതൊരു വലിയ പള്ളിയാണ്, ധാരാളം പാട്ടുകാരുള്ള പള്ളിയാണ്. പണ്ടും ഇപ്പോഴും അവിടെ ധാരാളം പാട്ടുകാരുണ്ട്. എനിക്ക് ഒരിക്കൽ പോലും അവിടെ പാട്ട് പാടാൻ പറ്റിയിട്ടില്ല. 10 വർഷമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് എനിക്ക് അവിടെ പാട്ട് പാടണമെന്ന്. അപ്പം ഞാനത് മാതാവിനോട് പ്രത്യേകം പറഞ്ഞു, ഉടമ്പടിയിൽ എഴുതി പ്രാർത്ഥിച്ചു. ഈ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് ഞങ്ങളുടെ ഇടവകയിലെ ഒരു പരിപാടിയിൽ പാട്ടുപാടാൻ അവസരം കിട്ടി. അങ്ങനെ പാട്ടുപാടാൻ അവസരം കിട്ടിയപ്പോൾ വികാരിച്ചൻ തന്നെ എന്നോട് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ ദേവാലയത്തിൽ പാട്ടുപാടാൻ സാധിച്ചു. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ദേവാലയത്തിൽ പാട്ട് പാടുന്നുണ്ട്. അതിനും
പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിലും, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ മാതാപിതാക്കളുടെ കാര്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാര്യം ഒക്കെ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോഴും ഈ മാതാവ് കൂടെ ഉണ്ടെന്നുള്ളത്, ഈ കൊന്തയുണ്ടല്ലോ, ഈ കൃപാസന അമ്മയുടെ കൊന്ത, ഇതെപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. അതുപോലെ അമ്മയുടെ കാശുരൂപ, എൻ്റെ ഉടമ്പടി കാശുരൂപ എപ്പോഴും എൻ്റെ കഴുത്തേലുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് എൻ്റെ അമ്മ കൂടെയുണ്ടെന്ന് എനിക്ക് എപ്പോഴും ഈ ഒരു ജപമാലയും ഈ ഒരു കാശുരൂപവും എനിക്ക് ഭയങ്കര ശക്തിയാണ് തരുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ ഈ ഫിറ്റ്സ് വന്നത് എന്നെ ഒരു പട്ടി ഓടിച്ചപ്പോഴാന്ന് ഞാൻ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഞാൻ രാവിലെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ അടുത്ത വീട്ടിലെ പട്ടി, വലിയ കൂട്ടിലിട്ട് വളർത്തുന്ന വലിയ പട്ടി, അത് പാഞ്ഞു വന്ന് എൻ്റെ ദേഹത്ത് കയറി. എൻ്റെ ശരീരം ഇങ്ങനെ എല്ലാ വശത്തുനിന്നും കയറിക്കൊണ്ടിരിക്കുക. പട്ടി നേരെ എൻ്റെ ദേഹത്ത് കയറി നിൽക്കുമ്പോൾ എന്നെ കഴിഞ്ഞ് ഉയരത്തിലാണ് നിൽക്കുന്നത്. ഞാനിങ്ങനെ പേടിച്ച് വിറച്ച് ഈ കാശുരൂപത്തിൽ മുറുക്കെ പിടിച്ച് ഞാൻ സ്വീകരിച്ചിരിക്കുന്ന വിശുദ്ധ കുർബാനയിലും എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പരിശുദ്ധ അമ്മയുടെ കാശുരൂപം, എൻ്റെ ഉടമ്പടി കാശുരൂപത്തിലും വിശ്വസിച്ച് ഞാനിങ്ങനെ മുറുക്കെ പിടിച്ചുകൊണ്ട് ഞാൻ കണ്ണടച്ച് മുറുക്കെ പിടിച്ചു നിന്നു. ഒരു 5 മിനിറ്റ് സമയം ആ പട്ടി എൻ്റെ ദേഹത്ത് കയറി ഇറങ്ങാൻ ചെയ്തുകൊണ്ടിരുന്നു. എന്നിട്ട് വീട്ടുകാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കാറിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോയത്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വേണ്ടിയിട്ട് മരുന്ന് മേടിച്ചുകൊണ്ട് വന്നു. കാരണം ഞാൻ ചെറിയൊരു കാര്യത്തിലൊന്ന് ടെൻഷൻ അടിച്ചാൽ എനിക്ക് അസുഖം വരുമെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ അന്നത്തെ ദിവസം എന്നോട് പറഞ്ഞു മരുന്ന് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് മരുന്ന് വേണ്ട, എനിക്കെൻ്റെ തൈലമുണ്ട്, എനിക്കെൻ്റെ തേനുണ്ട്, ഉപ്പുണ്ട്. എനിക്ക് എന്ത് രോഗം വന്നാലും, എൻ്റെ വീട്ടിലുള്ളവർക്കും എൻ്റെ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വന്നാലും അവർക്കൊക്കെ ഞാൻ ഇത് തൊട്ട് തേച്ച് അവർക്ക് കഴിക്കാനും ഒക്കെ കൊടുത്ത്, അപ്പോൾ എൻ്റെ ആ വിശ്വാസം എന്നെ രക്ഷിച്ചു. എനിക്ക് അന്ന് വന്ന ആ അസുഖത്തിനും ഞാൻ ആ തൈലം നെറ്റിയിൽ കുരിശ് വരച്ചു. ഞാൻ വിശ്വാസപൂർവ്വം ഉപ്പ് കഴിച്ചു, വിശ്വാസത്തോടുകൂടി തേൻ കഴിച്ചു. എനിക്ക് അന്ന് അസുഖം വന്നില്ല. അതോടുകൂടി എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമായി ആ അസുഖം എനിക്കിനി വരത്തില്ല. എൻ്റെ അസുഖം അമ്മ മാതാവ് എടുത്ത് കളഞ്ഞെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ദൈവത്തിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഈ ഉടമ്പടിയിൽ എടുത്തതിന് ശേഷം കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്തൊരു വൃദ്ധസദനമുണ്ട്. അവിടെ അമ്മച്ചിമാരെ കുളിപ്പിക്കാനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മരുന്ന് മേടിക്കാനൊക്കെ പൈസ ഇല്ലാത്തവർക്കൊക്കെ മരുന്ന് മേടിച്ചു കൊടുക്കുക, അതിനൊക്കെ പൈസ കൊടുക്കുക. പിന്നെ ഭക്ഷണം ഇല്ലാത്തവർക്കൊക്കെ ഭക്ഷണം മേടിക്കാൻ പൈസ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ആശുപത്രിയിലൊക്കെ പോയി രോഗികളെ കാണാനൊക്കെ പോയിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ പത്രം എല്ലാ മാസവും ഞാനിവിടെ വരും. എല്ലാ മാസവും 2 സെറ്റ് പത്രം അല്ലെങ്കിൽ 3 സെറ്റ് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അത് കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. അത് കൊടുക്കുമ്പം ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മടക്കിയിട്ട് ഞാൻ തൈലം തൊട്ട് എല്ലാത്തേലും കുരിശ് വരയ്ക്കും. ഓരോ പത്രവും എടുത്ത് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അവർക്ക്, അതായത് ഞാൻ ഈ കൊടുക്കുന്ന പത്രം വാങ്ങിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും രോഗസൗഖ്യം കിട്ടണം, അവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഈ പത്രം കൊടുക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടേ ഇല്ല. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു പ്രാവശ്യം ഞങ്ങളുടെ രാമൂരത്ത് ഇഷ്ടംപോലെ ബംഗാളികളുണ്ട്, അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടുന്ന് 2 പാക്കറ്റ് ബംഗാളി പത്രം മേടിച്ചുകൊണ്ട് പോയി. പക്ഷേ അവരാരും ആ പത്രം സ്വീകരിച്ചില്ല. അപ്പം വീട്ടിലത് വെച്ചേക്കാനും വേറെ ആരും സ്വീകരിക്കാതിരിക്കുന്നതും കൊണ്ട് ഞാൻ അതേപടി ഇവിടെ വന്ന് ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന ഉണക്ക് ഞാൻ കൊടുത്തിട്ട് ആരും വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവരത് തിരിച്ച് വാങ്ങിച്ചു വെച്ചു. അങ്ങനെ അത് മാത്രം എനിക്ക് കൊടുക്കാൻ പറ്റാതിരുന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യുന്നു. ബാക്കി നമ്മളോട് പറഞ്ഞിരിക്കുന്ന നിബന്ധനകളെല്ലാം കൃത്യമായിട്ട് ഞാൻ പാലിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഈ അൾത്താരയിൽ നിന്നുകൊണ്ട് ദൈവത്തിനും നന്ദി പറയാനായിട്ട്, പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടി സാക്ഷ്യം പറയാനായിട്ട് സാധിച്ച ഈ അവസരത്തെ ഓർത്ത് ദൈവത്തിനും കോടാനുകോടി നന്ദി പറയുന്നു. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 61:10 തിരുവചനം അരുളി ചെയ്യുന്നു, ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യം അണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. സോളിക്കുട്ടി തോമസ് നമ്മോട് തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിച്ച് നീതിയുടെ മേലങ്കി അണിയിച്ച് ഉടമ്പടി എങ്ങനെയാണ് വ്യക്തികളെ
അവരുടെ ശാരീരികമായ അസ്വസ്ഥതകൾ, അതുപോലെ തങ്ങളുടെ ഓരോ ചെറിയ ആഗ്രഹം പോലും നിറവേറ്റുന്നതിന് എങ്ങനെയാണ് ഉടമ്പടി നമുക്ക് നമ്മുടെ കൂടെ ഉടമ്പടി ദൈവം വാഗ്ദാനമായിട്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ന് ഇവിടെ സാക്ഷ്യം പറയുന്നത് ജീവിതത്തിൻ്റെ പല നിലകളിലുള്ളവരാണ്. താനൊരു അധ്യാപികയാണ്. തൻ്റെ ജീവിതത്തിൽ ഈ അധ്യാപക വൃത്തിയിലും എങ്ങനെയാണ് ഈ മകള് ഉടമ്പടി ജീവിതം നയിക്കുക. ഇന്ന് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. അതുപോലെ തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ, വർഷങ്ങളായിട്ട് തനിക്കുണ്ടായിരുന്ന പലതും അകാരണമായിട്ട് പിടികൂടിയ ഭയം, അതിൽ നിന്നുണ്ടായ ഫിറ്റ്സ്, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പിന്നീട് എങ്ങനെ തനിക്ക് വന്ന ആ ഭയം, അതുമൂലം എങ്ങനെ അസുഖം വന്നോ അങ്ങനെ തന്നെ ഒരു സാഹചര്യത്തിലൂടെ അത് മാറുന്നതാണ് നാം കാണുക. അങ്ങനെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം തനിക്ക് ഔഷധമാണ് എന്നുള്ളതാണ് സോളി ഇവിടെ പറയുക. അതുപോലെ തനിക്ക് കിട്ടിയ ഓരോ കൃപകൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം ഇതുവഴിയായി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നന്മ ചെയ്ത് മറ്റുള്ളവരിൽ കർത്താവിനെ കണ്ടുകൊണ്ട് ശുശ്രൂഷിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.